സിലബസ് ആയാലും CBSE ആയാലും 90+ ഉറപ്പ് 90+ 10 days ചാലഞ്ച് ഏറ്റെടുക്കൂ. ജ്ഞാനം എന്ന് പറയുന്നത് അത് വെറും ടാലന്റ് അല്ല, അതിനപ്പുറമുള്ള എന്തോ ആണ്. അപ്പൊ അങ്ങനെ ഒരു ജ്ഞാനം ഉള്ള ആളാണ് നമ്മുടെ ശ്രീഹരി. ഏഴഴകുള്ള പാട്ടിന്റെ പൂരത്തിലേക്ക് വന്ന പാലക്കാടിന്റെ മിടുക്കൻ പാട്ടുകാരൻ. വെൽക്കം ശ്രീഹരി ഓൺ സ്റ്റേജ്. എന്താണ് നിന്നെ കാണാൻ നല്ല ഐശ്വര്യം. താങ്ക് യു. ആദ്യം അങ്ങനെ പറഞ്ഞ് സൂചിപ്പിച്ചങ്ങ് നിർത്തും കേട്ടോ. അല്ല, MG മനസ്സിലായി പോലുമില്ല. നല്ല ഐശ്വര്യം ഉണ്ട് എന്നാ ഞാൻ പറഞ്ഞത്. ഐശ്വര്യയുടെ കാര്യല്ലേ? അല്ല, കാണാൻ ഒരു നല്ല ഐശ്വര്യം. താങ്ക് യു സർ. മാത്രമല്ല ആ ജുബയ്ക്കൊരു ഐശ്വര്യം, മുഖത്ത് നല്ല ഐശ്വര്യല്ലേ? മുഖത്ത് ഐശ്വര്യമുണ്ട്, പൊട്ടിനൊരു ഐശ്വര്യമുണ്ട്, മുടിക്കൊരു ഐശ്വര്യമുണ്ട്, വാച്ചിനൊരു ഐശ്വര്യമുണ്ട്, ആ ചെരുപ്പിനും ഐശ്വര്യമുണ്ട്, ആ മുണ്ടിന്റെ കരയ്ക്കൊരു ഐശ്വര്യമുണ്ട്. ഐശ്വര്യമായിട്ട് ഏത് പാട്ടാ പാടുന്നത്? ഇന്ന് ഞാൻ അമ്മേ ഭഗവതി പാട്ടാണ്. ഐശ്വര്യമായിട്ട് ഇപ്പൊ ആരാണ് പാടാൻ പോകുന്നത്? ഐശ്വര്യമായിട്ട് ഞാൻ ശ്രീഹരി. ഇനി ഐശ്വര്യമായിട്ട് ഇവിടെ കണ്ടില്ലേ, സാറിനെ കണ്ടില്ലേ? അപ്പൊ ഐശ്വര്യമായിട്ട് ശ്രീഹരി എന്താ MG കടുക്കനിട്ടുണ്ടല്ലേ? അപ്പൊ ഐശ്വര്യമുള്ള കടുക്കൻ. അല്ല, ഐശ്വര്യം കൊടുത്ത കടുക്കനാ. അതാണ്, അത് ഐശ്വര്യം കൊടുത്ത കടുക്കൻ. ഓക്കെ, എന്നാ ഐശ്വര്യമായിട്ട് പാടിക്കോടെ. ഓക്കെ. അന്നപൂർണേശ്വരി അമ്മേ ഭഗവതി അന്നപൂർണേശ്വരി കരുണതൻ കടലല്ലയോ നീ, കണ്ണീരു തുടയ്ക്കില്ലയോ, കരുണതൻ കടലല്ലയോ പൂർണേശ്വരി അന്നപൂർണേശ്വരി. അടിമ കിടന്നവൾ നിൻ മണിമുറ്റത്ത് പിച്ച നടന്നവൾ, നിൻ തിരുവടികളിൽ അടിമ കിടന്നവൾ നിൻ മണിമുറ്റത്ത് പിച്ച നടന്നവൾ, വിഗ്രഹമില്ലാത്ത കോവിലായി കീഴുന്നു, പൂർണേശ്വരി. മംഗലത്തിന് ദർശനം നൽകിയ വിശ്വമനോഹരി ജ്യോതി സ്വരൂപിണി, വില്ലുമംഗലത്തിന് ദർശനം നൽകിയ വിശ്വമനോഹരി ജ്യോതി സ്വരൂപിണി, കലിയുഗത്തിമിരത്തിൽ കണിയായ ശോഭനീ
തൻ കടലല്ലയോ നീ കണ്ണീരു തുടയ്ക്കില്ലയോ. ഐശ്വര്യമായിട്ട് പാടിയല്ലോ നീ. താങ്ക് യു സാർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇത് MS വിശ്വാസ് സാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിൽ ആരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇത് ദക്ഷിണാമൂർത്തി സ്വാമിയാണോ എന്നൊരു സംശയം തോന്നിയതിന്. ആ സംഗതികൾക്ക് ഒരു MSV സാറിന്റെ ആ സംഗതി എന്ന് പഠിക്കുന്നു. അമ്മേ ഭഗവതി. അത് വരുമ്പോ മനസ്സിലാവും അത് MSV സാറാണ്. അപ്പം മോൻ നന്നായിട്ട് പാടി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. ഒരു സ്ഥലത്ത് മാത്രം ഒരു സ്ക്രാച്ച് പോലെ വന്നു, അത്രേ ഉള്ളൂ. സാരമില്ല, അത് ശബ്ദത്തിന്റെയാണ്. ടോട്ടലായിട്ട് നോക്കുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു പാട്ട്. ഇതാരാ സെലക്ട് ചെയ്തേ? ഇത് ഞാൻ തന്നെ സെലക്ട് ചെയ്തത്. അപ്പൊ നിന്റെ ശബ്ദത്തിന്റെ ആ റേഞ്ചിൽ കറക്റ്റായിട്ട് ഫ്രെയിം ചെയ്ത് വെച്ച് സെലക്ട് ചെയ്ത് കാരണം എന്ത് പറ്റി? എന്താ പറ്റി? ഐശ്വര്യമായിട്ട് പാടാൻ പറ്റും. താങ്ക് യു സാർ. അപ്പൊ ഇനി ഐശ്വര്യ കൂടെ കൊണ്ടുകൊള്ളൂ. അത് ശരിയാണ്. അതെന്താണ്? എന്താ നീ എല്ലാത്തിനും ഒരു ദ്വയാർത്ഥം കാണുന്നേ? അതെ, അല്ല, ഞാൻ വേറെ അർത്ഥത്തിലാണോ ചിന്തിക്കുന്നത്? അതാ നിന്റെ ചിന്തയുടെ കുഴപ്പമായി. ഞങ്ങളല്ല കേട്ടോ, ഞങ്ങളാരും ഇല്ല. കുട്ടൻ ചിന്തിച്ചില്ല, കമൽ സാർ ചിന്തിച്ച്, ആരും ചിന്തിച്ചില്ല. അപ്പൊ എന്ത് തെറ്റായിരിക്കും? കുഴപ്പമില്ല. സ്വയം സമ്മതിച്ചാ മതി. കമൽജി, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഐശ്വര്യമായിട്ട് പാടിയത്? ഐശ്വര്യമായിട്ട് പാടി, അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. പിന്നെ MSVയുടെ പാട്ടാണെന്ന് പറഞ്ഞ്, പക്ഷെ ഞാൻ ആദ്യമായിട്ട് കേൾക്കേണ്ട ഈ പാട്ട് ഞാൻ കേട്ടിട്ടില്ല സത്യത്തിൽ. കാരണം പൊതുവേ ഇങ്ങനെ പ്രത്യേകിച്ചും ഭക്തി ഗാനങ്ങളൊക്കെ ആകുമ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. എൻ്റെ കംഫർട്ടിൽ നിന്നുകൊണ്ട് എനിക്ക് പാടാൻ പറ്റുന്നു. അത് ഭക്തി ഗാനമായാലും ശരി, കലാഭവന്റെ പാട്ടായാലും ശരി, ഏതായാലും എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് എനിക്ക് പാടാൻ പറ്റുന്ന, എൻ്റെ ശബ്ദത്തിന് മാച്ചാവുന്ന പാട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രേ സംഗീതത്തെ കുറിച്ച് എനിക്ക് പറയാൻ അറിയുള്ളൂ. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ വളരെ രസമുണ്ടായിരുന്നു, നല്ല കേൾക്കാൻ. പിന്നെ അക്ഷരശുദ്ധി ഉണ്ടായിരുന്നു, നല്ല സ്ഫുടമായിട്ട്, അല്ലെ, വാക്കുകളൊക്കെ കൃത്യമായിട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. നമ്മൾ സാധാരണ ഒരു വാക്ക് പറയും, അതായത് ജ്ഞാനം. ഈ ജ്ഞാനം എന്ന് പറയുന്നത് അത് വെറും ടാലന്റ് അല്ല, അതിനപ്പുറമുള്ള എന്തോ ആണ്. അപ്പൊ അത് എങ്ങനെ കിട്ടുന്ന പറഞ്ഞാൽ അത് ബൈ ബർത്ത് തന്നെ കിട്ടണം, നമ്മുടെ രക്തത്തിൽ അലിഞ്ഞത്, ചേർന്നത് എന്നൊക്കെ പറയില്ലേ. അപ്പൊ അങ്ങനെ ഒരു ജ്ഞാനം ഉള്ള ആളാണ് നമ്മുടെ ശ്രീഹരി. താങ്ക് യു സാർ. അതുകൊണ്ട് എത്ര സ്നേഹമാണെന്നറിയാമോ അതിൻ്റെ അടുത്ത്. കാരണം ഈശ്വരൻ അത്രയും നിറച്ചു വച്ചിരിക്കുന്ന ആ ടാലന്റ് ഉള്ള, ജ്ഞാനമുള്ള ആളോട് നമുക്ക് എങ്ങനെ സ്നേഹം തോന്നാതിരിക്കും, അല്ലേ? പിന്നെ എനിക്ക് അനുപല്ലവിയിലുണ്ടായിരുന്ന ഒരു സംഗതി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അത് എവിടെയായിരുന്നു അത് കൃത്യമായിട്ട്? വിളി കേട്ടുണർന്നാലും വേദാന്ത നായികേ. നീ പാടുന്ന സംഗതി കേട്ടപ്പോൾ ചേട്ടനും എനിക്കും ഒക്കെ MSV സാറിന്റെ പാട്ടാണെന്ന് തോന്നി. ആ തോന്നിപ്പിക്കൽ കൊണ്ടുവന്നതിന് ഒരു കൈഡി ഉണ്ട്. കാരണം MSV സാറിന്റെ സംഗതികൾക്ക് അതിൻ്റെതായിട്ടുള്ള സിഗ്നേച്ചർ ഉണ്ട്. അത് വേറെ മാതിരി പാടിക്കഴിഞ്ഞാൽ നമുക്കത് തോന്നില്ല. പക്ഷെ നീ അത് യഥാർത്ഥത്തിൽ മാക്സിമം അതിനു വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് സരസാംഗിയുടെ ചില ഫ്ലേവേഴ്സ് ഉണ്ടല്ലേ? അതെ, സരസാംഗി എന്ന് പറയുന്നത് ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാഗമാണ്. നീ ധനി മദ നിരി നീ ധ മദ മഗ ഗമദ നിരി ഗമ മഗരേ സനി സദ ധനി രീ നിധ മദ നീര മപ മഗ നീര നീര മദ നിരേ. എപ്പോഴും ആ ഹൈയിലാണ് ഈ സരസാംഗി രാഗം ഭയങ്കരമായിട്ട് അത് ശോഭിക്കുന്നത്. ജയ ജയ പത്മനാഭ മുരാരേ, ജയ ജയ പത്മനാഭ മുരാരേ, ജയ ജഗദീശ ഹരേ രമാകാന്ത, ജയ ജയ പത്മനാഭ മുരാരേ. ചേട്ടാ, അതുപോലെ ഒരു ഗുരുജിയുടെ ഒരു സരസാംഗിയിൽ ഒരു പാട്ടുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാല് മാ ഹനുമാ ഹനുമാൻ, അല്ലെ, മാ വരുന്നതെല്ലാം മാ സ്വരത്തിലാണ്. ഹനുമാ ഹനുമാ മനമാ മാഗരി സരിഗമ. മായിലാണ് ആ ലെറ്ററും മാ എല്ലാം വരുന്നത്, സ്വരാക്ഷരം. അതില് മാ ഇങ്ങനെ പ്രാസമായിട്ടും പോകുന്നുണ്ട്. ഹനുമനാമമേ
സുഖമനോമാ അനുമാനമുമാ നുമവോ മനമാ വിനുമാ ഗരിമാ മഹിമാ വിനുമാ ഹനുമാ ഹനുമാ മനമാ. ബ്രില്യൻ കമ്പോസിഷൻ ആണ്. മോൻ നന്നായിട്ട് പാടി. താങ്ക് യു മാം. നല്ല ഭാവിയുള്ള മോനാണ്. ഇനിയും സോങ് സെലക്ഷനിൽ നല്ല ബ്രില്യൻ്റാ തിരഞ്ഞെടുക്കൂ കേട്ടോ. താങ്ക് യു. ഓക്കെ മാം, ഗോഡ് ബ്ലെസ്. എത്ര മാർക്ക് കൊടുക്കാം MG അണ്ണ, എത്ര വേണേ സങ്കടമായിപ്പോയ എത്ര വേണേൽ കൊടുക്കാം കൊടുത്തോളൂ ഒരു 100 കൊടുത്താലോ, പക്ഷേ ഒരു ചെറിയ സ്ക്രാച്ച് വീണു. ഒരു മാർക്ക് കുറച്ചാലോ എന്നു ഞങ്ങൾ വിചാരിച്ചു. 99 മാർക്ക് ദാ വാങ്ങിക്കോളൂ. താങ്ക് യു സാർ. സൂപ്പർ സുപ്രീം ടുഡേ. താങ്ക് യു സാർ. എന്തായാലും ഞാൻ തന്നെ അടി ഒരു ഐശ്വര്യപ്പുകുട്ടി. താങ്ക് യു സാർ. Congratulations, you are awarded a super supreme. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ. സത്യമായി ശക്തി